കരഞ്ഞുകൊണ്ട് പടച്ചവനോട് പറഞ്ഞു, റബ്ബേ, നമസ്കാരമുണ്ടായിരുന്ന, നോമ്പുണ്ടായിരുന്ന, നമസ്കാര തഴമ്പുണ്ടായിരുന്ന, ഹജ്ജുണ്ടായിരുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഇവിടന്ന് വിട പറഞ്ഞു. അല്ലാ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ ഖബറിന്റെ അവസ്ഥ എനിക്കൊന്ന് കാട്ടിത്തരുമോ പടച്ചോനെ? എന്റെ സഹോദരന്റെ ഖബറിന്റെ അവസ്ഥ എനിക്കൊന്ന് കാട്ടിത്തരുമോ അല്ലാ? അബ്ദുല്ലാഹിൽ ബറാസ് റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ചോദിക്കുകയാണ്. ചോദിച്ചറിയാതെ ഉറങ്ങിപ്പോയ അബ്ദുല്ലാഹിൽ ബറാസ് റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കാണുകയാ. തന്റെ കൂട്ടുകാരനെ കാണുമ്പോഴോ അവിടുത്തെ മുഖത്തിന്റെ ഒരു ഭാഗം കരിഞ്ഞു പോയിരിക്കുകയാണ്. അവിടുന്നതാ അല്ലാഹുവിനോട് ചോദിച്ചു, റബ്ബേ, നോമ്പുണ്ടായിരുന്ന, സക്കാത്തുണ്ടായിരുന്ന, സ്വതക്കയുണ്ടായിരുന്ന, ഹജ്ജുണ്ടായിരുന്ന, പാവപ്പെട്ടവര് വന്നാലൊന്നും കൊടുക്കാതെ പറഞ്ഞു വിടാത്ത ഈ ഒരു മനുഷ്യന്റെ ഖബറിന്റെ അവസ്ഥ ഇങ്ങനെ വരാ കാരണം എന്താണെന്നൊന്ന് അറിയിക്കുമോ അല്ലാ? ആ മനുഷ്യൻ അവിടെ ഇരുന്ന് കൊണ്ട് ഉറങ്ങിപ്പോയി. വീണ്ടും പടച്ച തമ്പുരാന് കാട്ടിക്കൊടുക്കുകയാണ്. അല്ലയോ അബ്ദുല്ലാഹിൽ ബറാസ് തങ്ങളെ, നിങ്ങൾ പറഞ്ഞതല്ല ശരിയാ, നിങ്ങൾ പറഞ്ഞതൊക്കെ അംഗീകരിച്ചിരിക്കുകയാണ്. ഇവൻ നമസ്കരിക്കുന്നവനായിരുന്നല്ലോ, ഇവൻ നോമ്പെടുക്കുന്നവനായിരുന്നല്ലോ, ഇവൻ സക്കാത്ത് കൊടുക്കുന്നവനായിരുന്നല്ലോ, ഇവൻ സ്വതഖ ചെയ്യുന്നവനായിരുന്നല്ലോ. പക്ഷേ ഒരു കാര്യം മാത്രം ഇവന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. വഴിയോരത്തുകൂടി ഒരു പെണ്ണ് കടന്നു പോകുമ്പോ ആ പെണ്ണിനെ നോക്കുന്ന പതിവ് ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യനെക്കുണ്ടായിരുന്നു. ബറാസ് തങ്ങളെ, ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയാണ് പറയുന്നത്. എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവരെ മുഖത്തിന്റെ ഒരു ഭാഗം കരിഞ്ഞങ്ങ് പോയത്? ഈ മനുഷ്യൻ പറയുന്ന ബറാസ് തങ്ങളെ, ഇങ്ങനെ ഒരു ഹറാമന്റെ കണ്ണുകൊണ്ട് ഞാൻ ചെയ്ത കാരണത്താൽ പടച്ചവൻ നരകത്തിൽ നിന്ന് ഒരു തീക്കട്ട, ഒരു തീക്കനൽ എല്ലാ ദിവസവും എന്റെ മുഖത്തേക്ക് വലിച്ചെറിയും തങ്ങളെ, എന്റെ മുഖത്തേക്ക് വലിച്ചെറിയും തങ്ങളെ. സഹോദരാ, പഠിച്ചോ. എന്റെ പ്രിയപ്പെട്ട കൊച്ചുമക്കൾ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. 17, 16, 20 വയസ്സുള്ള ചെറുപ്പക്കാർ ഇവിടെയുണ്ടല്ലോ. സ്കൂളുകളിലേക്കൊന്ന് കടന്നു പോകുമ്പോ നീ കാണുന്നത് പോരാഞ്ഞിട്ട് നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കൂടി വിളിച്ചിട്ട് പാവപ്പെട്ട പെൺകുട്ടികളുടെ തൊലിവിളപ്പുള്ള പെൺകുട്ടികളുടെ ശരീരത്തിലേക്ക് ആംഗ്യം കാണിച്ചു കൊടുക്കുന്ന നാണം കെട്ട ചെറുപ്പക്കാരാ, വേണ്ട മോനെ. അല്ലാഹുവിന്റെ മഹ്ശറയാകുന്ന കോടതിയിലേക്ക് എത്തുന്നതിന് മുമ്പ്